ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൺലൈൻ മാത്തമാറ്റിക്സ് കഫേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡെസിമൽസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. PYQ ആണ്. നമുക്ക് നോക്കാം. 0.33 എക്സെട്ര ദ ഹോൾ സ്ക്വയർ, ഈ 4 ഓപ്ഷനിൽ ഏതാണ് ഉത്തരമായിട്ട് വരുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ഇതൊരു റിപ്പീറ്റിംഗ് ഡെസിമൽ ആണ് അല്ലെ. 3 എന്ന് പറയുന്ന ഡിജിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഡാഷ് 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 കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു റിപ്പീറ്റിംഗ് ഡെസിമൽസിനെ നമുക്ക് ഫ്രാക്ഷൻ ഫോമിലാക്കണമെങ്കിൽ ഈസിയാണ്. റൂള് നോക്കിക്കേ. ഇപ്പൊ ഒരു ഡിജിറ്റ് ആണ് ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള പോലെ 0.333 ഒരു ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്, പുട്ട് ദാറ്റ് ഡിജിറ്റ് ഓവർ 9. ഏത് ഡിജിറ്റ് ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്? ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ഡിജിറ്റ് 3 ആണ്. 3ന്റെ താഴെ നമ്മൾ എന്ത് കൊടുക്കുക? ഒരു ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 9 കൊടുക്കുക. മനസ്സിലായോ? ഇനി അടുത്തത് ഇപ്പം 0.6363 ഇങ്ങനെയാണ് പോകുന്നതെങ്കിലോ, 2 ഡിജിറ്റ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുമല്ലേ. അപ്പൊ അതിനെ നമുക്ക് ഫ്രാക്ഷനിലാക്കാൻ 63 എന്ന് എഴുതിയിട്ട്, കാരണം 63 ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലെ, 6ഉം 3ഉം. അപ്പൊ 63 ന്യൂമറേറ്ററിൽ കൊടുത്തിട്ട് താഴെ എന്ത് കൊടുക്കുക, 9 ഇട്ട് കൊടുക്കുക. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു ഡിജിറ്റേ ഉള്ളൂവെങ്കിൽ ഒരു 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ 99 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്താൽ 999 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇവിടുത്തെ അതിരിക്കുന്ന ക്വസ്റ്റ്യനില് 0.333 എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഒരു ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ 0.333 എന്ന് പോകുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 3/9 എന്ന് എഴുതാം. 3/9 ലോവസ്റ്റ് ഫോമിലോട്ട് ആക്കി കഴിഞ്ഞാൽ എന്താണ്, 1/3 എന്ന് കിട്ടും അല്ലെ. 3/9 ലോവസ്റ്റ് ഫോം ആക്കിയ 1/3 എന്ന് നമുക്ക് കിട്ടും. ഇനി ഇതിന്റെ സ്ക്വയർ അല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെയും നിങ്ങൾ എന്തിന്റെ ഇതിന്റെ സ്ക്വയർ എടുക്കുക. അപ്പൊ ആൻസർ എന്ത് വരും, 1/9 എന്ന് കിട്ടും. ഇനി 1/9ന്റെ ഡെസിമൽ ഫോം ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. 1 ഡിവൈഡഡ് ബൈ 9. ഓക്കെ, 1 അകത്ത് എഴുതുക, 9 പുറത്ത് എഴുതുക. 1ല് പറ്റത്തില്ല, അപ്പൊ അത് നമ്മൾ പോയിന്റ് കൊടുത്ത് എന്ത് ചെയ്യും, 0 ആക്കും. 9ല് 10 എത്ര ടൈംസ് ആണ് നോക്കും, 1 ടൈംസ്. താഴെ 9 എഴുതി മൈനസ് ചെയ്യുക, റിമൈൻഡർ 1 കിട്ടും. എഗെയിൻ ഇത് എന്ത് ചെയ്യും, ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക അല്ലെ. എന്നുവെച്ചാൽ ഇവിടെ അടുത്ത് 0 ഇട്ട് കൊടുക്കും, വീണ്ടും 1 വരും, വീണ്ടും 9, റിമൈൻഡർ 1 വരും, വീണ്ടും 0 കൊടുക്കും, 1. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. സോ നമ്മുടെ ഓപ്ഷൻ ഏതാണ് ആൻസർ ആയിട്ട് വരിക, 0.1111 എന്ന് പോകുന്ന ഓപ്ഷനാണ് ഏത്, ഓപ്ഷൻ സി. ക്ലിയർ ആയോ? അപ്പൊ ഒരു ഡിജിറ്റ് റിപ്പീറ്റിംഗ് ഡെസിമൽസിൽ ഒരു ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്താൽ 99 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ 999 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ ആക്കിയതിനു ശേഷം എന്താണോ പറഞ്ഞിരിക്കുന്നത്, സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ, ക്യൂബ് ആണെങ്കിൽ ക്യൂബ്, എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് കൺവേർട്ട് ചെയ്ത് ആൻസറിലോട്ട് എത്താൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. താങ്ക്